അക്ഷയപാത്രം ആരുടെ ഇതുവരെ ഒരു കഥയും പറഞ്ഞത്? ഈ സ്കൂളിലെ ടീച്ചേഴ്സ് ആരും കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കൂല. പ്രതിഷേധിക്കുന്നു. പാഞ്ചാലിയുടേതാണ് അക്ഷയപാത്രം. പാഞ്ചാലിക്ക് ആര് സമ്മാനിച്ചതാണ് അക്ഷയപാത്രം എന്നറിയോ? ആര്? മാസ്ക് ഒന്ന് താഴ്ത്തി പറയൂ. അറിയില്ല. പാഞ്ചാലിക്ക് ആരാണ് അക്ഷയപാത്രം സമ്മാനിച്ചത്? പറ. ആരാണ് പാഞ്ചാലിക്ക് അക്ഷയപാത്രം സമ്മാനിച്ചത്? പറ. അങ്കിളല്ല, കൃഷ്ണനല്ല. ഭർത്താക്കന്മാരാരുമല്ല. കൃഷ്ണനല്ല, ഭർത്താക്കന്മാരാരുമല്ല. ആരാ പറഞ്ഞ? ആരാണ്? എന്റെ സമ്മാനം മുഴുവൻ ടീച്ചർമാർ വരുന്നത്. ടീച്ചറാണോ പാരന്റ് ആണോ? എന്താണ് പേര് ചേച്ചിയുടെ? ശ്രീവിദ്യ. പുളിയാണ് കേട്ടോ, വേറെ ലെവൽ. ശ്രീവിദ്യക്ക് എല്ലാവരും ചേർന്ന് ഒരു ഗംഭീര കൈ. ഇവിടെ ആരാ പഠിക്കുന്നത്? കൊച്ചുമോൾ പഠിക്കുന്നു. കൊച്ചുമോന്റെ പേരെന്താണ്? മാനവ് കൃഷ്ണ. എവിടെ മാനവ് കൃഷ്ണയുടെ എന്താ വിളിക്കുന്നത് മോൻ? അമ്മുമ്മ വേറെ ലെവൽ. സൂപ്പറാണ്, സൂപ്പർ. ഈ കൂട്ടത്തിൽ ഏറ്റവും മിടുക്കി അമ്മുമ്മയാണ്. ഓക്കെ, അടിപൊളി. അമ്മുമ്മേനെ മേടിച്ചോണ്ടേ, മിഠായി മേടിച്ചോണ്ടേ, നിങ്ങൾ കൊടുത്തിട്ടുണ്ടേ. ഓക്കെ. ഞാൻ മാജിക്കിന്റെ കാര്യം പറഞ്ഞിട്ട് മൊത്തം മറന്നുപോയി. ഞാൻ മാജിക് കൈവിട്ടുപോയി. ഞാൻ ചോദ്യം ചോദിച്ചപ്പോഴത്തേക്ക് വിട്ടുപോയി. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പാഞ്ചാലിയുടെ അക്ഷയപാത്രമാണ്. അപ്പൊ പാഞ്ചാലി കഴിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൊന്നും വരൂല. പാഞ്ചാലി കഴിച്ചാൽ പിന്നെ ഒന്നും ഉണ്ടാവൂല. അപ്പൊ പാഞ്ചാലി കഴിക്കുന്നതിന് മുമ്പ്, പാഞ്ചാലി കഴിക്കാതെ അവിടെ ഇരിക്കുക, പാഞ്ചാലി കഴിക്കുന്നതിന് മുമ്പ് എടുത്ത് ഓടിയതാങ്കില്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ പേപ്പർ, ഈ ടിഷ്യൂ പേപ്പർ കത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം വരും. റെഡി? നോക്കിക്കോ. ടിഷ്യൂ പേപ്പർ കത്തിക്കാൻ പോകുന്നു. ഇതേ ഞാൻ തരാം. ഞാൻ അല്ലെങ്കിൽ PTA പ്രസിഡന്റ് തരും. കുലിക്കന്നെ വിളക്ക് വീഴും മക്കളെ. അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ PTA പ്രസിഡന്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ തരുകയാണെങ്കിൽ പിടിവലി ആവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നിങ്ങൾ പോകുന്ന സമയത്ത് സ്മിത എല്ലാവർക്കും തരും കേട്ടോ. സ്മിത ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത് ഞാനും നിങ്ങളും തമ്മിൽ നേരിട്ട് ബന്ധമില്ല. ഇനി നിങ്ങൾ സ്മിത തമ്മിൽ ഉള്ളു ബന്ധം. മാജിക് ഇഷ്ടപ്പെട്ടോ? ആ വിളക്കൊന്ന് മാറ്റി വെച്ചോ. അത് ചിലപ്പോ ഇവിടെ കുട്ടികളുടെ കാലിലേക്ക് വീഴാൻ സാധ്യത. ഒന്ന് മാറ്റി വെച്ചോ, ബാക്കിലേക്ക് മാറ്റി, അവിടെ എവിടെയെങ്കിലും വെച്ചോ. ഓക്കെ, റെഡി മക്കളെ? കുറച്ചുകൂടെ അങ്ങോട്ട്. ഇനി മാജിക് വേണോ? ഇഷ്ടപ്പെട്ടോ? കൊള്ളാമോ? അടുത്ത മാജിക് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പറയുമ്പോൾ ഞാൻ ഈ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ തള്ളാണെന്നൊക്കെ തോന്നും. സത്യത്തിൽ തള്ളല്ല. തള്ള് അറിയാമോ? തള്ള് അറിഞ്ഞൂടെ? അറിയാം. എല്ലാം അറിയാവുന്ന ഒരാൾ മുകളിൽ ഇരിപ്പോട്ടെ. എന്താണ് നിന്റെ പേര്? എന്താ പേര്? ആദം. ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ വീട്ടില് 2 പെണ്ണുങ്ങളുണ്ട്. ഒന്ന് മോളും ഒന്ന് വൈഫും. ഈ 2 പേർക്ക് ഒരു പ്രശ്നമുള്ള എന്താന്ന് വെച്ചാൽ, ചിലപ്പോൾ നിങ്ങളുടെ വീടുകളിലൊക്കെ അത് ഉണ്ടാവുമായിരിക്കും. പുതിയ മോഡലിലുള്ള ഒരു മാല ഇറങ്ങിക്കഴിഞ്ഞാൽ പഴയ മാല പൊട്ടും. എന്താണെന്ന് അറിയില്ല. പുതിയ മോഡൽ എന്ത് ഇറങ്ങുന്നു. എന്റെ ഫ്രണ്ട് വേറൊരുത്തനുണ്ട്, റാഷിദ് അബ്ബാസ് എന്നാണ് പേര്. ട്രാവൽ ഷോപ്പിന്റെ മുതലാളിയാണ്. അവന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, iPhone 14 ഇറങ്ങുമ്പോൾ 13 പൊട്ടും, 15 ഇറങ്ങിക്കഴിഞ്ഞാൽ 14 പൊട്ടും. തറയിൽ കൂടെ എങ്ങനെയെങ്കിലും ക്ലോസറ്റ് വീണെന്നൊക്കെ പറയാം. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുവരെ ഇത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ 15 അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ 14 പൊട്ടിയിരിക്കും.
അങ്ങനത്തെ ഒരു അതുപോലെ എൻ്റെ വീട്ടിലൊരു പ്രശ്നം, ഏത് പുതിയ മോഡലിലെ മാലയോ നെക്ലസോ ഇറങ്ങിക്കഴിഞ്ഞാലും പഴയത് പോകും. ഇത് കമ്പനിക്ക് വൻ നഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഒരു സംഭവം കണ്ടുപിടിച്ചു. സംസാരിക്കരുത്. ഇത് കമ്പനിക്ക് നഷ്ടം. അവിടെ നീ അവിടെ ഇരിക്കും. ഇത് കമ്പനിക്ക് നഷ്ടമായതുകൊണ്ട് ഞാനൊരു മാജിക് കണ്ടുപിടിച്ചു. മാജിക്കിന്റെ മന്ത്രം സിം സിലാല സിം 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 ബമ്പം ബസൂക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊട്ടിയ മാല ശരിയാവും. കാണോ ഒരു മാല കൊള്ളാമോ? ഞാൻ തന്നെ കോർത്തെടുത്ത മാലയാണ്. അതോടൊപ്പം തന്നെ എന്റെ കയ്യിൽ ഒരു ബോളും ഉണ്ട്. കൊള്ളാമോ? നല്ലതാണ്. ഇതിനകത്ത് എന്തേലും ഉണ്ടോ? ഓക്കെ, അപ്പൊ ഇതിവിടെ ഇരുന്നോട്ടെ. ഈ ബോള് ഞാനിവിടെ വെച്ചു. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നോക്കിക്കോ. ഈ മാല ഞാൻ പൊട്ടിക്കാൻ പോവാ. കണ്ടോ, ഇത് പൊട്ടിച്ചു. ഈ മാല പൊട്ടിച്ചിട്ട് അതിന്റെ മുത്തുകൾ അതിനകത്ത് ഇട്ടു. ഈ നൂല് ഞാൻ ഇങ്ങനെ ഊരിയെടുത്തു. ഈ നൂല് ഇങ്ങനെ മുറിക്കാൻ പോകും. ഇപ്പൊ എത്ര കഷ്ണമായി? 3 ഇപ്പൊ എത്ര കഷ്ണമായി? 6 ഇതാരാ ഇവിടുത്തെ കണക്ക് ടീച്ചർ ആരാണ്? ഓക്കെ, 8 കഷ്ണമായി. ഇപ്പൊ എത്ര കഷ്ണമായി? മിടുക്കനാണ് നീ ആള് വേറെ ലെവലാ. ഇനി അച്ചാലും പുച്ചാലും അലഞ്ചം കുറഞ്ഞ മുറിച്ച് ഇത് ഈ സ്റ്റേജിൽ ഇട്ടു. ഇനി ഈ നൂലെടുത്ത് പിന്നെ ഉരുക്കി ഒട്ടിച്ചെടുക്കാൻ പറ്റുമോ? വലിയ പാടാ. പക്ഷെ മാജിക് ഉണ്ട്. സിം സിലാല സിം 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 ബമ്പം ബസൂക്കി എന്ന് പറഞ്ഞു. ഞാന് പിന്നെ എന്റെ കുട്ടിക്കാലത്ത് എന്റെ ചെറിയ പ്രായത്തിൽ കിളിമാനൂരിൽ ഞാനിപ്പോ ടീച്ചറെ വിളിക്കും, എച്ചമ്മനെ വിളിക്കും, പേരെഴുതി വിളിക്കും, അനുഭവിക്കും. ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണേ. അറിയാം. ഓക്കെ, അപ്പൊ പിന്നെ ഞാന് പണ്ട് എന്റെ നാട് കിളിമാനൂർ. ഞാൻ പിന്നെ ഇങ്ങോട്ട് താമസം മാറി വന്ന ആളാണ്. അപ്പൊ സ്കൂളിൽ പഠിച്ചിരുന്നത് നഗരൂർ നെടുമ്പറമ്പ് ഗവൺമെന്റ് ഹൈസ്കൂൾ എന്ന് പറയുന്ന സ്കൂളിലാണ് പഠിച്ചിരുന്നത്. എനിക്ക് 9 മണിക്ക് എണീറ്റാൽ തന്നെ സ്കൂളിൽ പോകാൻ പറ്റും. പക്ഷെ അമ്മ 5 മണിയാകുമ്പോഴത്തേക്ക് എന്നെ വിളിച്ചോളൂ. എന്താ കാരണം എന്ന് വെച്ചാൽ പഠിക്കാൻ വേണ്ടിയല്ല, ഒരു പ്രതീക്ഷ അമ്മയ്ക്ക് പണ്ടേ ഇല്ലായിരുന്നു. അതുകൊണ്ട് പഠിക്കാനൊന്നും എന്നെ 5 മണിക്ക് വിളിച്ചുണർത്തൂല. പാല് മേടിക്കാനായിട്ട് ബാബു ഏട്ടൻ പാല് പിന്നെ സൈക്കിളിൽ വെച്ച് കെട്ടിക്കൊണ്ട്, ഇന്നത്തെ പോലെ കവറിൽ പാല് കിട്ടുന്ന ടൈമല്ല, സൈക്കിളിൽ വെച്ച് കെട്ടിക്കൊണ്ടാണ് ബാബു ഏട്ടൻ വരുന്നത്. അപ്പൊ ചില ദിവസങ്ങളിൽ മഴയൊക്കെ ഉള്ള ദിവസങ്ങൾ അപ്പൊ റോഡിൽ പോയിട്ട് പാലും പത്രം എടുത്തുകൊണ്ട് വരേണ്ട ഡ്യൂട്ടി എനിക്കാണ്. ചില ദിവസങ്ങളിൽ നമ്മൾ മഴയുള്ള ദിവസങ്ങളിൽ നന്നായിട്ട് ഉറങ്ങിപ്പോകും. ആ ദിവസങ്ങളിൽ നല്ല തണുത്ത് മരവിച്ച് കിടന്ന് പുറത്തൊക്കെ മൂടി ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ അലറും അമ്മ പോയി പാല് മേടിച്ചുകൊണ്ടോണ. ചില ദിവസങ്ങളിൽ നമ്മൾ പാലിന്റെ പാത്രം എടുക്കാൻ മറന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു വെച്ചാൽ അന്ന് വന്ന പത്രം എടുത്ത് 4ആയിട്ട് മടക്കി അതിനുള്ളിൽ പാലൊഴിച്ച് ഞാൻ അമ്മയ്ക്ക് കൊടുക്കും. അമ്മ വരെ പറഞ്ഞ തള്ളാണ്. തള്ളല്ല ഇത്. ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് ചെമ്പെടുത്ത് കാണിച്ചാൽ നിങ്ങൾ ചെമ്പരത്തിക്കും എന്നേ പറയുള്ളൂ. ഞാൻ കാണിച്ചു തരാം. തള്ളാണെന്ന് ആരോ പറയുന്ന അവിടെ കൊച്ചുങ്ങള്. തള്ളാണ് സത്യം. അങ്ങനെ സത്യമല്ലേ പറയുള്ളൂ. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, പിള്ളേർ മുഴുവൻ പളച്ചു കളഞ്ഞു പിള്ളേരെ. ഓക്കെ, 4 ഷീറ്റെങ്കിലും മിനിമം വേണം. നിങ്ങൾ എല്ലാവരും നോക്കിക്കോ. 1ാമത്തെ ഷീറ്റ് മക്കളെ നോക്കിക്കോടാ. 2ാമത്തെ ഷീറ്റ് നോക്കിക്കോ. 2ാമത്തെ ഷീറ്റ്, 3ാമത്തെ ഷീറ്റ്, 4ാമത്തെ ഷീറ്റ്. ഒരു മിനിമം ഈ മാജിക് ചെയ്യണമെങ്കിൽ ഒരു 4 ഷീറ്റെങ്കിലും വേണം. ഈ 4 ഷീറ്റുള്ള ഒരു പത്രം എടുത്തതിന് ശേഷം ഇതിനുള്ളിലേക്കാണ് നമ്മൾ പാൽ ഒഴിക്കാൻ പോകുന്നത്. ഞാൻ പാല് കൊണ്ടുവന്നിട്ടുണ്ട്, വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് കുടിച്ചുകൂടെ കാണിച്ചു തരാം. പാൽ അല്ല ഈ ചങ്ങാതി വേറെന്തോ കെമിക്കൽ ഒഴിക്കുകയാണെന്നൊക്കെ സംശയം ഉണ്ടാവും. പഞ്ചസാരയൊക്കെ കാറ്റി തള്ളാം. അപ്പൊ ഈ പാല് കണ്ടോ, ഈ പാത്രത്തിനുള്ളിലേക്ക് ഞാൻ ഇങ്ങനെ ഒഴിക്കും. ഞാനിങ്ങനെ പാലൊഴിക്കുന്ന സമയത്ത് കുതിർന്നോ ഇല്ല. ഞാനിങ്ങനെ പാലൊഴിക്കുന്ന സമയത്ത് ഈ പാല് കൊണ്ടുവരുന്ന ബാബുവേട്ടൻ പറയും, ചങ്ങായി ഈ 4 ഷീറ്റുള്ള ഒരു പത്രം എടുത്ത് ചരിച്ച് പിടിച്ച് കണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചരിച്ച് പിടിക്കാൻ പറയും. ചരിച്ച് പിടിച്ചാലും പോല വേണമെങ്കിൽ വിട്ട് കാണിച്ചാൽ പറഞ്ഞ കാണിച്ചാൽ 1ാമത്തെ ഷീറ്റ് ഇതാ നോക്ക്. 2ാമത്തെ ഷീറ്റ്, 3ാമത്തെ ഷീറ്റ്, 4ാമത്തെ ഷീറ്റ്. ഇവിടെ ബാക്കിൽ ഇരുന്ന സീക്രട്ട് കാണുമെന്ന് പറഞ്ഞ് ബാക്കിൽ ഇരുന്ന് നോക്കിയിട്ട് ഒരാൾ
ഇതിനകത്ത് വല്ല പ്ലാസ്റ്റിക് കവറോ ബലൂണോ ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കി തിരിച്ചു പിടിക്കും എന്ന് പറയുന്നു. ഇങ്ങനെയല്ല, തിരിച്ചു പിടിക്കണം. മനോരമ എന്ന് എഴുതിയിരിക്കുന്നത് തിരിഞ്ഞു വരണം അല്ലെ? സിമ്പിൾ ആണ്. ഈ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ മന്ത്രമുണ്ട് മാജിക്കിന്റെ, സിം സിലാല സിം 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 ബം ബം ബസൂക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രം തിരിച്ചു പിടിക്കാൻ പറ്റും. എവിടെ പാല്? എവിടെ പാല്? പാലെവിടെ? ഞാനും ആദ്യം ഈ മാജിക് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എനിക്കും അബദ്ധം പറ്റിപ്പോയി. കാരണം ഞാൻ മാജിക്കിൽ ലയിച്ചു പോയി, അതുകൊണ്ട് കൈയടിക്കാൻ മറന്നുപോയി. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഒരു ചെവി കേൾക്കാൻ പാടില്ലാത്തൊരു മാജിക് സെന്റിമെന്റൽ അപ്രോച്ച്. ഒരു ചെവി കേൾക്കാൻ പാടില്ലാത്ത മജീഷ്യനാണ്. നിങ്ങൾ ഇരട്ടി സൗണ്ടിൽ കൈയടിച്ചാലേ ഒരു ചെവി കൊണ്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കേൾക്കാൻ പറ്റുള്ളൂ. ഒന്ന് കൈയടിച്ചു. ഞാൻ ഈ മാജിക് കാണിക്കുന്ന സമയത്ത് ഈ പാല് കൊണ്ടുവരുന്ന ബാബോട്ടൻ പറയും മൂപ്പർക്ക് പാല് കാണണം. മൂപ്പരേന്ന് മേടിച്ച പാലാണ് ഞാൻ ഈ മാജിക് ചെയ്യാനായിട്ട് ശരിക്കും ഉപയോഗിക്കുന്നത്. എന്നിട്ട് മൂപ്പര് പറയുന്ന സംശയം, ഇങ്ങനത്തെ അങ്ങനത്തെ ബാബോട്ടിനെ പോലെ ചിന്ത ഉണ്ടോ? പാല് കാണണമെന്നുണ്ടോ? ഇതെല്ലാം ഒരേ വണ്ടിയിൽ കെട്ടാവുന്ന ടീമുകളാണല്ലോ ചേച്ചില്ല. ഞാനിത് അമ്മയ്ക്ക് കൊടുത്തോളാം. അമ്മയ്ക്ക് ചായ അച്ഛന് കൊടുക്കണം. പാല് കാണണം. വീണ്ടും പാലുണ്ടോ ഇല്ലെന്ന് സംശയമാണ്. കാരണം ഈ ചങ്ങാതി ഇതിനകത്ത് വൈൻ ഇങ്ങനെ പൊടിക്കുന്ന പോലെ കാണിച്ചിട്ട് ഇതിനകത്ത് ഒഴിച്ചിട്ട് ഇതിനകത്ത് വല്ല കെമിക്കലാണെങ്കിൽ പെട്ടെന്ന് ഐസ് ആവുന്ന എന്തെങ്കിലും സാധനം, അല്ലെങ്കിൽ പെട്ടെന്ന് പൊടിയായി പോകുന്ന എന്തെങ്കിലും സാധനം ഒക്കെ ആണോന്ന് സംശയം. ഒന്നുമല്ല. സിം സിലാല സിം 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 ബം ബം ബസൂക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പത്രത്തിനുള്ളിൽ നിന്ന് തന്നെ മുഴുവൻ പാല് കിട്ടി. ഇനി അച്ഛന് പത്രം വായിക്കാൻ കൊടുക്കണം. എന്താ നോക്ക്. 1 2 3 4. ഇനി മാജിക് വേണോ? അപ്പൊ ലാസ്റ്റ് മാജിക് ആണ്. ഇനി ഇത് കഴിഞ്ഞ മാജിക് ചോദിക്കരുത്, മാജിക് ഇല്ല. നിങ്ങൾ ആരെങ്കിലും സ്ലോ മോഷനിൽ മാജിക് കണ്ടിട്ടുണ്ടോ? ഇതും പറയുമ്പോ നിങ്ങൾക്ക് ചില തള്ളായിട്ടൊക്കെ തോന്നുന്ന ഈ ചങ്ങാതി വന്ന് തള്ളല്ലേ ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോ തൊട്ട് തുടങ്ങിയാണല്ലോ, പുട്ടാണോ തിന്നിട്ട് വന്നതെന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ തള്ളല്ല, സത്യസന്ധമായിട്ട് പറയാണ്. സ്ലോ മോഷനിൽ നിങ്ങൾ യൂട്യൂബിൽ തിരഞ്ഞാൽ പോലും കിട്ടൂല. കാരണം സ്ലോ മോഷനിൽ മാജിക് കാണിക്കുന്ന ഒരേ ഒരാളെ ഉള്ള ലോകത്ത്, അത് കല്ലുവാണ്. ഈ സൈഡിൽ നിൽക്കുന്ന ആൾക്കാരാണ് എന്നോട് സ്നേഹമുള്ള ആൾക്കാർ. നിങ്ങളൊക്കെ ഈ ചങ്ങാതി തള്ളായിരിക്കും എന്ന് പുച്ഛഭാവത്തിൽ നോക്കുമ്പോ ഈ സൈഡിൽ നിന്ന് എന്ന് പറഞ്ഞ് വിളി കേട്ടു. ഫാൻസ് അസോസിയേഷൻ, എന്റെ കല്ലു ഫാൻസ് അസോസിയേഷൻ അവിടെ തുടങ്ങി കഴിയും. നോക്കോ, വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാണ്. സ്ലോ മോഷനിൽ മാജിക് ചെയ്യുമെന്നല്ലേ പറഞ്ഞു ഞാൻ. അപ്പൊ സ്ലോ മോഷനിൽ കാണിച്ചാൽ മ്യൂസിക് ഇടാനും സൗകര്യം ഇല്ലാത്ത മ്യൂസിക് ഉണ്ടോ? മ്യൂസിക് ഇടാൻ സൗകര്യം ഉണ്ടോ? ഇല്ല. അതിന് സമയം എടുക്കും. അത് സാരമല്ല. ഒരു കാര്യം ചെയ്തോ, സ്മിത്ത് ഒരു മ്യൂസിക് ഉണ്ടാക്കി. സ്ലോ മോഷൻ വേണ്ട. എനിക്ക് മ്യൂസിക്കിന്റെ ഒന്നും ആവശ്യമില്ല. സ്ലോ മോഷനിൽ മാജിക് തുടങ്ങി കഴിഞ്ഞു. സ്ലോ മോഷനിൽ സംസാരിക്കാൻ അറിഞ്ഞിടത്തോണ്ട് സംസാരിക്കാത്താണ്. മ്യൂസിക് ഉണ്ടാക്കിക്കോളാം മക്കളെ. സ്ലോ മോഷൻ തന്നെ. സ്ലോ മോഷൻ തന്നെ. സ്ലോ മോഷൻ തന്നെ. സ്ലോ മോഷൻ. Ready, number 1, 2, 3.
ഇഷ്ടപ്പെട്ടോ? ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി കുട്ടികൾക്ക് പ്ലീസ് മക്കളെ, അത് ടീച്ചർ പറഞ്ഞു പോയി, എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കുട്ടികൾക്ക് ലാസ്റ്റ് ഒരു ചോദ്യം നോക്കട്ടെ. ഒരാളെ പറ്റി, എന്റെ മനസ്സിൽ ഒരാളുണ്ട്, അയാളെ പറ്റിയിട്ടാണ് ചോദ്യം. സിമ്പിൾ, എല്ലാവർക്കും മനസ്സിലാവും. സംസാരിക്കല്ലേ മക്കളെ, സംസാരിക്കല്ലേ. റെഡി? എനിക്ക് 2 പേരുകളുണ്ട്. ആദ്യം ഒരു പേരുണ്ടായിരുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പേര് മാറ്റിയിട്ട ആളാണ് ഞാൻ. ഒന്നാമത്തെ ക്ലൂ. രണ്ടാമത്തെ ക്ലൂ, എൻ്റെ അച്ഛൻ വർക്ക് ചെയ്ത അതേ മേഖലയിലാണ് ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അച്ഛൻ വർക്ക് ചെയ്ത അതേ മേഖലയിലാണ് ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ഇന്റർനാഷണൽ കക്ഷിയാണ്. എൻ്റെ തുടക്കം മലയാളത്തിലായിരുന്നു. എൻ്റെ പഴയ പേരിൽ മലയാളത്തിലൊരു നടനുണ്ട്. എൻ്റെ പുതിയ പേരിലും